മുത്തനബി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിന്റെ പ്രമാണിമാരായ ആളുകളുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? ഹബീബില്ലെങ്കിൽ ഉമർ എന്നവരുണ്ടോ? ഹബീബില്ലെങ്കിൽ ഉസ്മാൻ തങ്ങളുണ്ടോ? ഹബീബില്ലെങ്കിൽ അലിയാരാരാണ്? ഹബീബായ നബി തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ അബൂദർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ കൊള്ള സംഘത്തിന്റെ നേതാവാണ്. ഹബീബായ നബി തങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഉമർ എന്നവർ ഖത്താബി കുടുംബത്തിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ തറവാട്ടിലെ പൊക്കിരിയായി ജീവിക്കേണ്ട ആളാണ്. അല്ലാഹുവിന്റെ ഹബീബ് വന്നില്ലായിരുന്നെങ്കിൽ സ്വലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടോ? നബി തങ്ങളില്ല എങ്കിൽ നൂറുദ്ദീൻ സംഖ്യയുണ്ടോ? ഹബീബായ നബി തങ്ങളിൽ നിന്ന് വെളിച്ചം കിട്ടിയവരല്ലേ മഹാന്മാർ. മുത്തനബി തങ്ങളില്ലായിരുന്നെങ്കിൽ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുണ്ടോ? ഹബീബായ നബി തങ്ങളില്ലെങ്കിൽ മഹാനായ റിഫായി ശൈഖ് തങ്ങളുണ്ടോ? മഹാനായ അജ്മീർ ശൈഖ് അവറുകളുണ്ടോ? മഹാന്മാരായ ഔലിയാ, മഹാന്മാരായ അംബിയാ, മഹാന്മാരായ സ്വഹാബിമാർ, ഇവരെല്ലാവരെയും അല്ലാഹു കൂട്ടിച്ചേർക്കുന്ന അല്ലാഹുവിന്റെ പ്രകാശ ബിന്ദുവാണ് ഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചവരാണ് ഇവരൊക്കെ. മുത്തുനബി ഇല്ലെങ്കിൽ ഇവരൊന്നുമില്ല. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളില്ലെങ്കിൽ ഈ മഹത്തുക്കളെ നമുക്ക് കിട്ടുമോ? നബിതങ്ങളില്ലെങ്കിൽ ഹസനുൽ ബസ്രി ഉണ്ടോ? നബിതങ്ങളില്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരുണ്ടോ? നബിതങ്ങളില്ലെങ്കിൽ മുഹമ്മദ് ഇബ്നു മുൻകദിർ എന്നവരുണ്ടോ? നബിതങ്ങളില്ലെങ്കിൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങളുണ്ടോ? നബിതങ്ങളില്ലെങ്കിൽ ഇമാം ഷാഫിഈ ഉണ്ടോ? നബിതങ്ങളില്ലെങ്കിൽ അഹ്മദ് ഇബ്നു ഹംബൽ ഉണ്ടോ റളിയല്ലാഹു അൻഹു? ഹബീബില്ലെങ്കിൽ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? ഇവരുടെ എല്ലാം ആശ്രയം, ഇവരെല്ലാം പ്രകാശം സ്വീകരിക്കുന്ന ആരിൽ നിന്നാണ്? മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ് സഫവതി ഖൽഖില്ലാഹ് അർറഹ്മത്തിൽ മുഹ്ദാ മഹ്ബൂബി റബ്ബിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.